ഫെലിക്സ്, 4 മണിയാകുന്നു. ഇന്ന് ഈ മിഷൻ നടക്കുമോ എന്ന കാര്യം സംശയമാണ്. എന്താണ് ദൗത്യ സംഘം ഈ ഘട്ടത്തിൽ പറയുന്നത്? എവിടെയാണ് ആനയുള്ളത്? ആര്യ, ഇന്നത്തെ ബേലൂർ മഗ്ന ദൗത്യത്തിൻ്റെ അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകൾ എന്ന് പറയാം. ഈ സമയത്ത് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മയക്കുവെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ മണ്ണുണ്ടി വനമേഖലയാണ്. ഈ വനമേഖലയ്ക്കുള്ളിലാണ് ആനയുള്ളത്. ആനയെ അവർക്ക് കൃത്യമായി എവിടെയുണ്ട് എന്ന് ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഒരു കുങ്കിയാന അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, മറ്റു കുങ്കിയാനകൾ മറ്റ് വശത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അതായത് വനംവകുപ്പിൻ്റെ ദൗത്യ സംഘം, പ്രത്യേകിച്ചും വെറ്റിനറി സർജൻ അടക്കമുള്ള സംഘം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തായുള്ള വനമേഖലയിലുണ്ട്. അതായത് അവർ ഇതിനുള്ളിൽ കയറി ആനയെ മയക്കുവെടിവെക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ പ്രദേശം ഇപ്പോൾ ഈ വെറ്റിനറി സർജൻ അടക്കം നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തായി ഉണ്ട്. അവിടെ ആനയെ കിട്ടുകയാണെങ്കിൽ മയക്കുവെടിവെക്കാൻ കഴിയുന്ന അനുയോജ്യമായ സ്ഥലമായാണ് വിലയിരുത്തുന്നത്. അവിടേക്ക് ആന എത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇന്നത്തെ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വേണം പറയാൻ. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമാണ് ഇന്ന് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. പക്ഷേ അതിനോടകം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ തീവ്ര പരിശ്രമം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു കുങ്കിയാന ഒരു വശത്തായി പോകുന്നു, മറ്റ് 3 കുങ്കിയാനകൾ മറ്റൊരു വശത്തായും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി ഇതുവരെ വെച്ചിട്ടില്ല. വെറ്റിനറി സർജൻ അടക്കം, അതായത് ദൗത്യ സംഘത്തിൻ്റെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അല്പം മാറി നിൽപ്പുണ്ട്. ഈ ഭാഗത്തേക്ക് ആന എത്തുകയാണ് തീർച്ചയായും മയക്കുവെടി വെക്കാൻ സാധിക്കും. അതിന് അനുയോജ്യമായ സ്ഥലമാണ്. പ്രത്യേകിച്ചും മണ്ണുണ്ടി കോളനി പരിസരമുണ്ട്, വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള സ്ഥലമുണ്ട്. അങ്ങനെ വളരെ വേഗം ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വനംവകുപ്പിന് കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആന പല സ്ഥലങ്ങളിലായി മാറി മാറി പോകുന്നു എന്നതാണ്. നേരത്തെ ഇന്ന് രാവിലെ നമ്മൾ ഇരുമ്പുപാലം വനമേഖലയിലാണ് ആനയെ കണ്ടതെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ വീണ്ടും അത് മണ്ണുണ്ടി വനമേഖലയിലേക്ക് എത്തുന്നു. അപ്പോൾ ആന ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നത് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ദൗത്യത്തിനൊപ്പം തന്നെ. ഈ വനമേഖലയുടെ പ്രത്യേകത, പ്രത്യേകിച്ചും വലിയ വലിയ കാടുകൾ, ആനയോളം വലുപ്പമുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തൂടി ആന സഞ്ചരിക്കുമ്പോൾ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. കുങ്കിയാനകളുടെ ശബ്ദം വരുമ്പോൾ അത് മണത്തെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറുന്നു. അങ്ങനെ ഉള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഏതായാലും ഇന്ന് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു വനംവകുപ്പ് പങ്കുവച്ചത്. പക്ഷേ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. ഫെലിക്സ്, ഒരു കാര്യം കൂടി. ഇപ്പൊ നോക്കൂ, ആദ്യത്തെ ദിവസം മുതൽ ഓരോ ദിവസവും ദൗത്യം മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ദൗത്യം സംഘം മടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ 4ാം ദിവസമാണ്. 4 ദിനരാത്രങ്ങളാണ് അവരിങ്ങനെ ഈ ആശങ്കയിൽ, ഈ ഭീതിയിൽ കഴിഞ്ഞു കൂട്ടുന്നത്. ഇന്നത്തെ സ്ഥിതി എന്താണ് അവിടെ? ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിഷേധവും രോഷവും ഒക്കെ തന്നെയുണ്ട്. അവരത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയധികം ദിവസമായിട്ടും ഈ ആനയെ പിടികൂടുന്നില്ല. അതിനെ എത്രയും വേഗം പിടികൂടണമെന്നതാണ് അവരുടെ ആവശ്യം. ഏതായാലും വനം വകുപ്പ് അവരുടെ ദൗത്യമായി മുന്നോട്ട് പോകുമ്പോഴും ഈ ദൗത്യത്തിന് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ ആനയുടെ മുൻ പരിചയം. അതായത് ആനയെ നേരത്തെയും സമാനമായ രീതിയിൽ പിടികൂടിയതാണ്. ആ പരിചയം അതിനുണ്ട്. അതുകൊണ്ട് 8ഓളം കുങ്കിയാനകൾ ഉപയോഗിച്ചാണ് ഇതിനെ നേരത്തെ പിടികൂടിയിട്ടുള്ളൂ. ഇപ്പോൾ 4 കുങ്കിയാനകളാണുള്ളത്. അപ്പോൾ കുങ്കിയാനകളുടെ സാന്നിധ്യം വരുമ്പോൾ അതിന് സ്വാഭാവികമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് മാറിപ്പോകുന്നു. ഒപ്പം ഈ പറയുന്ന വനമേഖലയുടെ പ്രത്യേകത, വലിയ രീതിയിൽ കാടുകളുള്ള വനമേഖല. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ണുണ്ടി വനമേഖലയിൽ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ചുകൂടി അനുയോജ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്താണ് ഈ വെറ്റിനറി സംഘം, അതായത് മയക്കുവെടി വയ്ക്കാവുന്ന സംഘം ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് ആ ദൂരത്തിൽ ആനയെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ആന പക്ഷേ ഈ പരിസരത്തേക്ക് എത്തണം. ജനങ്ങൾ, അതായത് മണ്ണുണ്ടി കോളനി ഉണ്ട് ഒരു വശത്ത്. അപ്പോൾ ആ കോളനിയിലേക്ക് ആന ഇപ്പോൾ മയക്കുവെടി വെച്ചാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കൂടി തടയണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും വനംവകുപ്പിൻ്റെ മുന്നിലുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ദൗത്യശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോഴുള്ള സമയം വളരെ കുറച്ച് മാത്രമാണ്. 5:30 വരെയൊക്കെ മാത്രമേ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വെളിച്ചക്കുറവ് പിന്നീട് ഈ ദൗത്യത്തെ ബാധിക്കും. അതുകൊണ്ട് അതിനുള്ളിൽ ഇനിയിപ്പോൾ ദൗത്യം തീർക്കാമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. പക്ഷേ വനംവകുപ്പ് പറയുന്നത് ഇന്ന് അവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്, പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അവർക്ക്
എങ്ങനെ ഉറങ്ങാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ആന ഈ തൊട്ടടുത്ത് ഈ മണ്ണുണ്ടി കോളനി പരിസരത്തെ വനമേഖലയിലുള്ളപ്പോൾ ആ കോളനിയിലുള്ള ആളുകൾക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയും? തൊട്ടപ്പുറത്ത് ഇരുമ്പുപാലം കോളനിയുണ്ട്, അവിടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ എങ്ങനെ വിശ്വസിച്ച് രാത്രി കണ്ണടച്ചു ഉറങ്ങാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അതിന് ഉത്തരം തരാൻ ആരും അവർക്ക് മുൻപിലില്ല. അതിൻ്റെ രോഷപ്രകടനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കണ്ടു. ഇന്ന് രാവിലെ തന്നെ ഹർത്താലിൻ്റെ ഭാഗമായി കാട്ടിക്കുളത്ത് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം കണ്ടതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ജനങ്ങൾ വലിയ പ്രതിഷേധം നടത്തുന്നു. വനം വകുപ്പ് ഏതായാലും ഈ വെല്ലുവിളികളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മുന്നിലുള്ള വെല്ലുവിളികൾ വളരെയേറെ വലുതാണ്. അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നാളത്തേക്കും നീളാനാണ് സാധ്യത. പക്ഷെ നാളെ നീളുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എളുപ്പത്തിൽ ഇതിനെ എന്ന് പിടികൂടാൻ കഴിയുമെന്നാണ്. കാരണം ഇങ്ങനെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ആന എത്തണം, അല്ലെങ്കിൽ ആനയെ എത്തിക്കണം. അത് വളരെ ആനയെ എത്തിക്കണമെങ്കിൽ കുങ്കിയാനകൾ സഹായം വേണം. കുങ്കിയാനകൾ എത്തുമ്പോൾ ആന മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും വനംവകുപ്പും അഭിമുഖീകരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറച്ച് സമയം മാത്രം, മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഏതായാലും വനംവകുപ്പിൻ്റെ വെറ്ററിനറി സർജൻ അടക്കമുള്ളവർ ഇവിടെ കാത്തിരിപ്പുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയായാണ് ഡോക്ടർമാരുടെ സംഘം കാത്തിരിക്കുന്നത്. കുങ്കിയാനകൾ പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ വനത്തിനുള്ളിൽ ഏതാണ്ട് 500-നും 1 കിലോമീറ്ററിനും ഉള്ളിൽ ആനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും ആന ഈ ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രദേശം അനുയോജ്യമായ സ്ഥലമാണ്. അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കാം. പക്ഷെ അതിനി ഒരു മണിക്കൂറിനുള്ളിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ആ സമയത്തിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ പിന്നീടും ദൗത്യം നീളും. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.